ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ഇത് കേട്ടാ എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അതെ, നിങ്ങളാരും കോഫി കുടിക്കാൻ വരുന്നില്ലേ? നിന്റെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വാ എല്ലാരും വാ. അനു, നീ വരുന്നില്ലേ? ഇല്ലടി, നിങ്ങൾ പൊയ്ക്കോ. നിനക്കെന്തു പറ്റി? വയറുവേദന ഇന്നലെ രാത്രി തുടങ്ങിയതാ. ഇനി 2 ദിവസത്തേക്ക് എനിക്ക് ഒരു മൂഡും ഉണ്ടാവില്ല. ഓ, നിനക്ക് ഇന്നു മുതൽ ആ ദിവസങ്ങളാണല്ലേ? ആ ദിവസങ്ങൾ വന്നാ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നം ദേ ഇവക്ക. അങ്ങനെയാണെങ്കിൽ നീ മെസ്സിലേക്ക് വരേ വേണ്ട, ഇവിടെ തന്നെ കിടന്നോ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയി കോഫി കുടിച്ചോളാം. ചെല്ല്. ഓക്കെ, നീ റെസ്റ്റ് എടുക്ക്. ഞങ്ങള് പോയിട്ട് വരാം. വാ. പൊടി. ശ്ശോ, നല്ല പെയിൻ. അനു, അനു, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ദിവസം വന്നെത്തിയല്ലോ. അനു, നീയാ എന്നെ ഇപ്പൊ സഹായിക്കേണ്ടത്. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ഇപ്പൊ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ എനിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. അനു, അനു, എഴുന്നേക്ക്. അനു, എഴുന്നേക്ക്. അനു, 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 എഴുന്നേക്ക്. ആരും വിളിച്ചില്ല. ആരും വിളിച്ചില്ല. അനു, അനു, ആരവന്റെ ശബ്ദമാണല്ലോ. അവൻ റൂമിന് വെളിയിൽ വന്ന് നിൽക്കണോ? ആരവ്, അനു, ആരവ്, അനു, ആരവ്. അവൻ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുമായിരിക്കും. ഇങ്ങോട്ട് വരാൻ പറ്റാതെ നിൽക്കുവാണോ ഇനി? ശരിക്കും ആരവനെ വിളിച്ചോ? അത് തോന്നിയതാണോ? അല്ല, ആരവനെ വിളി ഞാൻ കേട്ടതാ. ഇവിടെ എവിടെയോ നിന്ന് അവൻ വിളിച്ചത്. ആരെങ്കിലും കണ്ടപ്പോ ഓടി മറിഞ്ഞതായിരിക്കും. ആരവ്, ആരവ്, ആരവ്. അനു, ആരവ്, ആരവ്. അവിടുന്നാണല്ലോ വിളിയേട്ടെ. ആരവ്, ആരവ്. ആരവ്. അനു, ഇവിടെ എവിടെ പോവാ? അവക്ക് വയറുവേദനയായിട്ട് കിടക്കൂലായിരുന്നോ? നമ്മൾ അന്വേഷിച്ച് പോകുന്നയാവും. അനു, ആരവ്, ആരവ്. ഇവൾ ആരവനെ വിളിച്ചോണ്ട് എവിടെ പോവാ? വല്ല സ്വപ്നം കണ്ടു എണീറ്റ് പോവാണോ? വാ, 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 വാ. ആരവ്, ആരവ്. നീ ആരവനെ വിളിച്ചോണ്ട് എവിടെ പോവാ? എടാ, അത് ആരവനെ വിളിച്ചതുപോലെ എനിക്ക് തോന്നി. ഇതിപ്പോ എന്നെ വന്ന് ആരവന്ന് വിളിച്ച പോലെ ആയല്ലോ. ആരവനെ കുറിച്ച് നീ ഓർത്ത് കിടന്നപ്പം അവൻ വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. എടാ അല്ല, ഞാൻ ശരിക്കും അവന്റെ വോയിസ് കേട്ടതാ. അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ? നമ്മൾ കാണാതെ അവനെന്തിനാ ഒളിച്ചു നിൽക്കുന്നേ? അനു, ആ കുരിശാണ് എനിക്ക് പ്രശ്നം. നീ അതെടുത്ത് ദൂരെ എറിയ.
ദേ, ഇപ്പൊ നീ അതിൽ തൊട്ട അതിന്റെ ശക്തി ഇല്ലാതാവും. അനു, നീ ഇങ്ങനെ ആരവിന്റെ പേര് വിളിച്ചോണ്ട് വരുന്നത് ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ പ്രശ്നമാവില്ലായിരുന്നോ? ഞാനത് ഓർത്തില്ല. അന്ന് അവന്റെ വിളി കേട്ടപ്പോഴേ ഞാനും ഓർത്തില്ല. ആരവ് നമുക്കിടയിൽ ഉണ്ടാക്കിയേക്കുന്നത് വല്ലാത്തൊരു ആത്മബന്ധമാ. അതുകൊണ്ടാ അവൻ വിളിച്ചില്ലെങ്കിലും നമുക്ക് അവൻ വിളിച്ച പോലെ തോന്നുന്നത്. എല്ലാം ഒരു തോന്നല് മാത്രം. വാ, റൂമിൽ പോവാ. കൂട്ടുകാരെ, പോവരുത്. ഈ അവസരം പാഴാക്കിയ ഞാൻ നിരാശനാവും. എന്താ ഇപ്പൊ ചെയ്യാ? എന്തു പറ്റി? ഇതാരാ ഈ പണി ചെയ്തേ? അതെ, എന്തു പറ്റി? ഈ എല്ലും കഷ്ണം ഇവിടെ ആരെ കൊണ്ടുവച്ചേ? എല്ലും കഷ്ണോ? എവിടെ? ഇതെങ്ങനെ ഇവിടെ വന്നു? മേഘേ, അയ്യോ, ഞാനല്ല. സത്യം പറയടി, എന്നെ കളിയൊക്കെ നീ ചെയ്ത പണിയല്ലേ? ഞാനല്ല. ദേ, ഇങ്ങനൊരു കാര്യം മേഘ ചെയ്യില്ല. ഇത് അനുവിനെ കളിയാക്കാൻ മറ്റാരോ മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തത് അലീനയായിരിക്കും. ആ ശരിയാ. അന്ന് എല്ലും കഷ്ണം കാണുന്ന അലർജി ആണെന്ന് 3 റോസസ് എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. അനു, അങ്ങനെയെങ്കിൽ എന്തിനാ അത്? അതെടുത്ത് ദൂരെ അറിയേ. അനു, ആ എല്ലും കഷ്ണം എടുത്ത് ദൂരെ അറിയേ.